ഹെലികോപ്റ്റർ യാത്രയിലും വിരുന്ന് സൽക്കാര വിവാദത്തിലും വാർത്താ സമ്മേളനത്തിൽ ക്ഷുഭിതനായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഭക്ഷണം കഴിക്കുന്നത് തെറ്റാണോ എന്ന് മുഖ്യമന്ത്രി. ഔദ്യോഗിക യാത്രയ്ക്കാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതെന്നും മുഖ്യമന്ത്രിയുടെ വിശദീകരണം. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാനാകില്ലെന്ന വിചിത്രവാദവും മുഖ്യമന്ത്രി ആവർത്തിച്ചു. പ്രളയക്കെടുതിക്കിടയിലെ വിരുന്നു സൽക്കാരത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രി ക്ഷുഭിതനായി. ഞാൻ ഭക്ഷണം കഴിക്കുന്ന എങ്ങനെ എന്ത് മാച്ചിങ് ആണുള്ളത്? നീലയും കറുപ്പുവാ. നിങ്ങളെന്താ ഒരു ഭക്ഷണം കഴിക്കുന്നത് ഫോട്ടോ എടുത്ത് പുറത്തു കൊടുത്തതിന് നിങ്ങൾ എന്ത് ഔചിത്യമാണ് നിങ്ങളുടെ ചോദ്യത്തിൽ? അല്ലത് ഭക്ഷണം കഴിച്ചു തെറ്റുപറ്റിപ്പോയി, ഇനി പോലെ ഭക്ഷണം കഴിക്കാതിരിക്കും. എന്തൊരു മര്യാദകേടാണ്! എത്ര ഹീനമായിട്ടുള്ള പ്രചരണമാണ്. ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നത്, ഒരു സ്ഥലത്ത് വെള്ളം എടുക്കുന്നത്. അല്ല, ഒരു ചോദ്യത്തിന് മറുപടി പറ. അല്ല, ഇതിനൊന്നും മറുപടി പറ. ഔദ്യോഗിക യാത്രയ്ക്കാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഞാൻ പോയത് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിങ്ങിന് കാണാമെന്നാണ് പറഞ്ഞത്. അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പോൾ അവർക്ക് അത്യാവശ്യമായി സൺഡേക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച്, അപ്പോൾ അതിനു മുമ്പ് അവരെ കാണണം. അതെന്തിനാ ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യം? അതിൻ്റെ അത് തീരുമാനം ഉണ്ടാകുമ്പോൾ നിങ്ങളോട് പറയാം. മനസ്സിലായി? ഞാൻ അവരെയും കൂടി വലിച്ചയച്ച് അതുകൂടി ഇല്ലാതാക്കാനുള്ള ശ്രമം നടന്നല്ലേ ചോദിക്കും. PM ശ്രീയിൽ മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെയാണ്: പിന്മാറാൻ പറ്റില്ല, MOU ആണ്. അത് ആ തെറ്റായി വ്യാഖ്യാനിച്ചതാണ് ആ വാർത്ത അവിടെ കൊടുത്തത്. പിന്മാറാൻ പറ്റില്ല എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ MOUയിലെ പ്രൊവിഷൻ വായിച്ചതല്ലേ. പിന്മാറാൻ പറ്റുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതാണ് ആക്ഷേപം അല്ലേ CPMൻ്റെ. ഇവർക്കങ്ങ് പിന്മാറിയാൽ പോരായിരുന്നു. അല്ല, അത് ഞങ്ങൾ വന്നതിന് ശേഷമല്ലേ. ഞങ്ങൾ വന്നപ്പോൾ അല്ലേ അത് കറക്റ്റ് ചെയ്തല്ലോ. പിറ്റേ ദിവസം കറക്റ്റ് ചെയ്തല്ലോ. അതെങ്ങനെ? ഞങ്ങൾ ചർച്ച ചെയ്യുമല്ലോ. ഞങ്ങൾ ചർച്ച ചെയ്ത് ക്യാബിനറ്റ് സബ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. ഞാൻ നിങ്ങളോട് 2 പ്രാവശ്യം പറഞ്ഞു, ക്യാബിനറ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് തീരുമാനമെടുക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.